ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മുടെ പുതിയ ബ്രസ ഫേസ് ലിഫ്റ്റിൻ്റെ ടീസേഴ്സ് സംഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഏകദേശം പറഞ്ഞിരിക്കുന്ന ഈ വരുന്ന ജൂലൈ 23-24 ആ ഒരു ഗ്യാപ്പിലാണ്. എന്തായാലും ഈ ടീസർ അല്ലാതെ ശരിക്കും വണ്ടി എങ്ങനെയാണ് ഡിസൈൻ വൈസിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പേടിക്കണ്ട, കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വണ്ടിയുടെ എക്സ്റ്റീരിയർ ഡിസൈൻ വരുന്നത്, അതായത് ഫ്രണ്ട് ഡിസൈൻ വരുന്ന. അത്യാവശ്യം ചേഞ്ചസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, പെട്ടെന്ന് ദൂരം കാണുമ്പോൾ ഒരു വ്യത്യാസം തോന്നുന്നില്ല. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ ചിലപ്പോൾ വ്യത്യാസം മനസ്സിലായിരിക്കും. ഈ സുസുക്കിയുടെ ഫേസ് ലിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും ഇതുപോലെ ആയിരിക്കും. അതായത് നമുക്ക് കണ്ട അങ്ങനെ പ്രത്യേകിച്ച് ലിഫ്റ്റ് ചെയ്തൊന്നും തോന്നുന്നില്ല, വളരെ മിനിമലായിട്ടുള്ളൊരു ലിഫ്റ്റ് ആയിരിക്കും. അത് ലിഫ്റ്റ് എവിടെയെന്ന് വരെ നമ്മൾ ആലോചിക്കും. അത്തരത്തിലുള്ളൊരു ലിഫ്റ്റാണ് ഇവർ കൊടുക്കാറുള്ളത്. ഏതായാലും ചേഞ്ചസ് പറയാനാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഗ്രില്ല് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. നേരത്തെ കുറച്ച് സിൽവർ ആക്സൻസ് ഒക്കെ ഗ്രില്ലുണ്ടായിരുന്നു, അത് എടുത്ത് കളഞ്ഞു. പിന്നെ താഴത്തെ ബമ്പറിൻ്റെ ഡിസൈനും അവർ കുറച്ചൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് സൈഡ് ബൈ സൈഡ് ഫേസ് ലിഫ്റ്റും അതുപോലെ താഴത്തെ നമ്മുടെ പ്രീ ഫേസ് ലിഫ്റ്റും കാണാം. ആ ഗ്രില്ലിൻ്റെ ഡിസൈനും പിന്നെ താഴത്തെ ഇപ്പോൾ നമുക്ക് എഡാസ് ഒക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയ സെൻസർ അവർ ആഡ് ചെയ്തായിട്ടും നമുക്ക് താഴെ കാണാം. പിന്നെ ഫോഗ് ലാംപ്സിൻ്റെ ഹൗസിങ് മാറിയിട്ടുണ്ട്, അത് ബമ്പറിൻ്റെ ഡിസൈൻ മാറിയതിൻ്റെ ഭാഗമായിട്ടാണ് അത് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ പുതിയ ഡിസൈൻ കുറച്ചും കൂടെ ഒരു അപ്പീലിംഗ് ആണെന്ന് പറയാം, പക്ഷേ എന്നാൽ പോലും വളരെ മിനിമൽ ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് എക്സ്റ്റീരിയർ എടുക്കുകയാണെങ്കിൽ സൈഡ് പ്രൊഫൈലിൽ ഒരു ചേഞ്ച് വന്നിരിക്കുന്ന അലോയ്സ് മാത്രമാണ്. സെയിം 16 ഇഞ്ച് അലോയ്സ് ആണ്, അതായത് സൈസ് 16 ഇഞ്ചാണ്, പക്ഷേ ഒരു ഡിസൈനും ചെറുതായിട്ട് മാറ്റി പിടിച്ചിട്ടുണ്ട്. ഈ സെഗ്മെൻറ്റിൽ നമുക്കിപ്പം 17 ഇഞ്ച് അലോയ്സ് വരെയൊക്കെ ചില കമ്പനികൾ ഇപ്പോൾ കൈലാക്കിലുണ്ട്, സിറോസിലുണ്ട്, അങ്ങനെ കുറച്ച് വണ്ടികളൊക്കെ കൊടുക്കുന്നുണ്ട്. 3XOയിലുണ്ട്. പക്ഷേ ഇതിനകത്ത് എന്തായാലും അവർ സേഫർ സൈഡിൽ നിന്നുകൊണ്ട് 16 ഇഞ്ച് തന്നെ പിടിച്ചിട്ടുള്ളൂ. അലോയ്സിൻ്റെ ഡിസൈൻ ഏതായാലും പണ്ടത്തെ വെച്ച് വരുമ്പോൾ വ്യത്യാസമുണ്ട്. എക്സ്റ്റീരിയറിൽ ആകെപ്പാടി 2 സാധനങ്ങൾ മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കിൽ കാര്യമായിട്ടുള്ള ചേഞ്ച് ഒന്നുമില്ല. ഫ്രണ്ടിൽ പറഞ്ഞ ചെറിയ ചേഞ്ചസ് മാത്രമേ ഉള്ളൂ, സൈഡ് ബാക്കിയെല്ലാം സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി ഇൻറ്റീരിയറിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ട് എന്നുള്ളതാണല്ലോ അറിയേണ്ടത്. ആക്ച്വലി ഇൻറ്റീരിയർ ഇതിൻ്റെ മൊത്തത്തിലുള്ള ഡിസൈനിലും കാര്യങ്ങളൊന്നും വലിയ വ്യത്യാസമൊന്നും അവർ വരുത്തിയിട്ടില്ല. എന്താണ് നേരത്തെ ഉണ്ടായിരുന്ന ലേഔട്ട് സെയിം, ഈവൻ കളർ കോമ്പിനേഷൻസ് വരെ ബ്ലാക്കും അതുപോലെ ചെറിയ സ്ഥലത്ത് സിൽവർ ഗാർണിഷ്, പിന്നെ നമ്മുടെ ബ്രൗൺ, ഇതൊക്കെ തന്നെയാണ്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന സെയിം സാധനം തന്നെയാണ്. പക്ഷേ ചേഞ്ച് പറയാൻ പറ്റുന്ന ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇൻഫോർടൈൻ സിസ്റ്റം മാറിയിട്ടുണ്ട്. അവർ വിക്ടോറിയസ് കഴിഞ്ഞ വർഷം ഇറക്കിയ സമയത്ത് അതിൻ്റെ അകത്ത് നമുക്ക് 10.1 ഇഞ്ചസിൻ്റെ പുതിയ സ്ക്രീൻ ഉണ്ടായിരുന്നു. സോ ആ UI വെച്ചിട്ടുള്ള സെയിം കുറച്ചുകൂടെ സൈസ് കൂടി, നേരത്തെ 9 ഇഞ്ചായിരുന്നു ആ ഒരു ടച്ച് സ്ക്രീൻ നമുക്കിപ്പോൾ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ക്ലസ്റ്റർ ഒന്നും മാറ്റിയിട്ടില്ല, സെയിം ഒരു മറ്റേ സെമി ഡിജിറ്റൽ യൂണിറ്റ് ആണ്. അതായത് ടാക്കോമീറ്റർ, സ്പീഡോമീറ്റർ അനലോഗ് ആണ്, നമ്മുടെ ഫ്യൂൽ ഗേജ് സാധനങ്ങൾ അനലോഗ് ആണ്. നടുവിലൊരു MID മൾട്ടി കളർ ഡിസ്പ്ലേ അവർ കൊടുത്തിട്ടുണ്ട്, ആൻഡ് അത് കളർ ഡിസ്പ്ലേ തന്നെയാണ്. ഇതാണ് നമുക്ക് ആകെപ്പാടെ ഇതിൻ്റെ അകത്ത് വിഷ്വലി കാണാൻ പറ്റുന്ന ചേഞ്ച്, അതായത് സ്ക്രീൻ മാത്രം. പിന്നെ എഡാസിൻ്റെ ഫീച്ചേഴ്സൊക്കെ നമുക്ക് അതിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം. സോ ഫീച്ചേഴ്സ് ആകെ ഇത്രേ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ആക്ച്വലി അല്ല. നമുക്ക് PM 2.5 ഫിൽറ്റർ വരുന്നുണ്ട്, 10.1 ഇഞ്ച് സ്ക്രീൻ ഞാൻ പറഞ്ഞായിരുന്നു, 35+ ആപ്സ് അതിൻ്റെ ഇൻബിൽട്ടും Alexa സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 64 കളേഴ്സിൻ്റെ ആംബിയൻ ലൈറ്റിംഗ് വന്നിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റ്സ്, അത് ബ്രസീൽ ഇല്ലാതിരുന്ന, പക്ഷേ എന്നാൽ ഈ സെഗ്മെൻറ്റിൽ ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ വണ്ടികളും വരുന്നൊരു സംഭവമായിരുന്നു. അത് ഇതിൻ്റെ അകത്ത് ഫൈനലി ആഡ് ആയിട്ടുണ്ട്. ഇത്തരം സാധനങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെയിനായിട്ട് പറയാൻ പറ്റുന്ന ഈ വണ്ടിയുടെ ADAS ഫീച്ചേഴ്സിനെ പറ്റിയാണ്. അതായത് ബ്ലൈൻഡ് സ്പോട്ട് വാർണിംഗ് ആയിക്കോട്ടെ, റിയർ ട്രാഫിക് ക്രോസ് അലേർട്ട്, എമർജൻസി ബ്രേക്കിംഗ്, അങ്ങനെ സാധനങ്ങൾ, പിന്നെ ലെയിൻ കീപ്പ് അസിസ്റ്റ്, എല്ലാ സാധനങ്ങളും അവർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. നേരത്തെ 360 ക്യാമറ ഉണ്ടായിരുന്നു, അതൊക്കെ എന്തായാലും ഇനിയും കണ്ടിന്യൂ ചെയ്യും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. സോ ഇത്രയൊക്കെയാണ് ഇതിനകത്ത് ഇപ്പോൾ ഫീച്ചേഴ്സ് ആക്ച്വലി ഇപ്പോൾ ലീക്കായി വന്നിരിക്കുന്നത്. ലോഞ്ചിന് മുന്നേ ലീക്കായി വന്നിരിക്കുന്നതാണ്, അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ കാണുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്ന വേറൊരു സംഭവമാണ് 6 സ്പീഡ് ട്രാൻസ്മിഷൻ. എല്ലാവരും ഇവരുടെ വണ്ടികൾ, അതായത് സുസുക്കിയുടെ വണ്ടികളിലൊന്നും 6 സ്പീഡില്ല, എല്ലാം 5 സ്പീഡാണെന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. 6 സ്പീഡ് ആകെപ്പാടെ വന്നിട്ടുള്ള നമ്മുടെ 1.5 ഡീസൽ അവർ ഇറക്കിയപ്പോൾ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ ഫിയറ്റിൻ്റെ 1.6 TDS അവർ എടുത്തിട്ടുണ്ട്, അതായത് 1.6 മൾട്ടിജെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തും 6 സ്പീഡ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു സംഭവം. ബാക്കി പെട്രോൾ എഞ്ചിൻസ് എല്ലാം 5 സ്പീഡാണ്. ഇപ്പോഴാണ് ഫൈനലി ഒരു 6 സ്പീഡ് കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് ഇത് നമുക്കിപ്പോൾ എഞ്ചിൻ്റെ പവർ ഫിഗേഴ്സും എഞ്ചിൻ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് ആക്ച്വലി ലീക്ക് ആയിട്ടുണ്ട്. ഇനി വെറുതെ പ്രെഡിക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നേരത്തെ ഉണ്ടായിരുന്ന 1.5 ലിറ്റർ K15C പെട്രോൾ എഞ്ചിൻ അത് ഇപ്പോഴും റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരത്തെ സെയിം 103 PS പവർ, 139 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്ക്, അതൊക്കെ തന്നെയാണ് കിട്ടുന്നത്. മാനുവലും അതുപോലെ ഓട്ടോമാറ്റിക്കിൻ്റെയും ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇതിൻ്റെ ക്ലെയിംഡ് മൈലേജും സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം. പക്ഷേ അതിന് പുറമെ നമുക്കിനി ഒരു പുതിയ അഡീഷനായിട്ട് പറയാൻ പറ്റുന്ന 1 ലിറ്റർ ബൂസ്റ്റർ ജെറ്റാണ്. നമുക്കിപ്പോൾ ഒരു ഫ്രോങ്സിൽ മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, ഫൈനലി ഇതിനകത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഫ്രോങ്സിൽ 100 PS 147 NM ടോർക്കും ആയിരുന്നെങ്കിൽ ഇതിനകത്ത് നമുക്ക് 110 PS 170 NM ടോർക്കാണ് വരുന്നത്. നേരത്തെ പവർ ഫിഗേഴ്സിൽ തന്നെ വണ്ടിയിൽ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല എഞ്ചിൻ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു പവറും കൂടെ കുറച്ച് കൂട്ടിയ സ്ഥിതിക്ക് മിക്കവാറും ഈ വണ്ടിക്ക് അത്യാവശ്യം നല്ല പവർ ഉണ്ടാവും. അതായത് ആക്സലേഷൻ്റെ കേസ് ഓവറോൾ നമ്മുടെ ആ ഒരു ടർബോ സോണിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഒരു പുള്ള് എല്ലാം അത്യാവശ്യം നല്ലതായിരിക്കും എന്നാണ് തോന്നുന്നത്. പിന്നെ മാനുവൽ മാത്രമേ ഉള്ളൂ. ഫ്രോങ്സിൽ അവർ 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ കൊണ്ട് കൊടുത്തായിരുന്നു. അത് ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് അങ്ങനെ അധികം ആൾക്കാർ വാങ്ങാറില്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു എന്തൂസിയാസ്റ്റിക് ചോയ്സ് ആയിട്ട് മാനുവൽ മാത്രം നിർത്തിയതായിരിക്കണം. സംഭവം എന്തായാലും കൊള്ളാം. പിന്നെ ഇതിനകത്ത് നമുക്ക് അണ്ടർ ബോഡി CNG നമ്മൾ വിക്ടോർസിൽ കണ്ട ആ ഒരു സംഭവം അവർ കൊടുത്തിട്ടുണ്ട്. അതും അവർ ഓപ്ഷൻ, അതായത് ഇപ്പോൾ ലീക്കായി വന്ന ആ ഒരു സാധനത്തിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നൊരു സംഭവം തന്നെയായിരുന്നു. സോ ഇത്രയൊക്കെ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ എക്സ്റ്റീരിയറിൽ അങ്ങനെ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും ഇല്ലെങ്കിലും ഇൻറ്റേർണലി പിന്നെ ഫീച്ചേഴ്സ് വൈസ് അതുപോലെ എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കാര്യത്തിൽ അവർ അത്യാവശ്യം നല്ല ചേഞ്ചസ് തന്നെയാണ് ഇതിനകത്ത് വരുത്തിയിരിക്കുന്നത് എന്ന് പറയാം. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ടർബോ എഞ്ചിൻ്റെ കേസൊക്കെ ആണെങ്കിൽ കുറേ കാലമായിട്ട് റൂമേഴ്സ് ഉണ്ടായിരുന്നു. ആൻഡ് ഈ 6 സ്പീഡ് ട്രാൻസ്മിഷൻ ആക്ച്വലി മിക്കവാറും ഗിയർ റേഷ്യോയിൽ ചേഞ്ചസ് വരുത്തിയിട്ട് പുതിയൊരു ട്രാൻസ്മിഷൻ കൊടുത്തായിരിക്കും. ഇതിനകത്തല്ലാതെ പുതിയൊരു എഞ്ചിൻ
എഞ്ചിനൊന്നും കൊടുത്തായിട്ട് ഏതായാലും കാണാനില്ല. ഈ 1 ലിറ്റർ ബൂസ്റ്റർ ജെറ്റ് നമുക്ക് ഫ്രോങ്സിൽ കിട്ടുന്നതാണെങ്കിലും 5 സ്പീഡ് തന്നെയാണ്. അതപ്പോൾ ഇനി അത് 6 സ്പീഡായിട്ട് കൊടുക്കാനാണോ അതോ നമ്മുടെ 1.5 6 സ്പീഡ് ആവുകയാണോ എന്നുള്ളത് അറിയില്ല. 1.5ഉം 6 സ്പീഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ എല്ലാ വണ്ടികളും, അതായത് ഒരു 4 മീറ്ററിന് മുകളിൽ വരുന്ന, ഇപ്പോൾ 4 മീറ്ററിന് താഴെ ആകപ്പാടെ ബ്രസീൽ മാത്രമേ ഉള്ളൂ, പക്ഷേ അതിന് മുകളിലുള്ള എല്ലാ വണ്ടികളും സുസുക്കിയുടെ ഈ സെയിം എഞ്ചിൻ വെച്ചാണ് വരുന്നത്. അതുകൊണ്ട് അതൊന്ന് മാറ്റി പിടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പോൾ തന്നെ ഇത് 100-ലുള്ളതിൻ്റെ ക്രൂസിംഗ് RPM എന്ന് പറയുന്നത് 2700 2800 ആണ്. അത് ഭയങ്കര കൂടുതലാണ്. പക്ഷേ അതേസമയം നമ്മൾ ഇതിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു 2000-ൻ്റെ അടുത്ത് അല്ലെങ്കിൽ 2500-ന് താഴത്തെങ്കിലും റെസ്റ്റിംഗ് RPM അല്ലെങ്കിൽ ക്രൂസിംഗ് RPM വരികയാണെങ്കിൽ നല്ലതായിരുന്നു. അതാണ് സംഭവം. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന 1 ലിറ്റർ എഞ്ചിൻ കൊടുക്കുകയാണെങ്കിലുള്ള ഈ വണ്ടിയുടെ ഒരു ടാക്സ് എക്സംഷൻ ആണ്. ഇതിപ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ എക്സൈസ് ഡ്യൂട്ടി 1.5 ലിറ്റർ എഞ്ചിൻ വെച്ചിട്ട് ബ്രസീൽ വരുന്ന ഏകദേശം 20% ആയിരിക്കും. പക്ഷേ അതേസമയം നമ്മുടെ ബാക്കി സപ്പോമീറ്റർ വണ്ടികൾ ഈ 1.2, അതായത് 1200 cc താഴെയാണ് അതിന് ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 8% മാത്രമേ എക്സൈസ് ഡ്യൂട്ടി വരുള്ളൂ. അതുകൊണ്ട് അവർക്ക് പ്രൈസ് ഒക്കെ കുറച്ച് വയ്ക്കാൻ പറ്റും ബാക്കി കമ്പനികൾക്ക്. ഈ വണ്ടിയുടെ കേസിൽ അത് ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ 1 ലിറ്റർ എഞ്ചിൻ വരുമ്പം ഓവറോൾ ആ എഞ്ചിൻ അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. അതിൻ്റേതായിട്ടുള്ളൊരു എക്സ്ട്രാ നമ്മൾ കൊടുക്കേണ്ടി വരും. പക്ഷേ എന്നാൽ പോലും 1.5 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസം വരേണ്ട കാര്യമില്ല. കാരണം മറ്റൊരു ടാക്സ് കൂടുതലാണ്, ഇതിന് ടാക്സ് കുറവാണെങ്കിലും എഞ്ചിൻ്റെ ഒരു എക്സ്ട്രാ കോസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ. എനിവേ നിങ്ങൾക്ക് എന്താണ് നമ്മുടെ ഈ പുതിയ പ്രസ്സെ പറ്റി പറയാനുള്ളത് എന്ന് ഉറപ്പായിട്ടും താഴെ കമൻസിൽ പറഞ്ഞേക്കാം. ജസ്റ്റ് ഒരു 4-5 ദിവസം കൊണ്ട് തന്നെ വണ്ടിയുടെ ലോഞ്ച് ഉണ്ടാകുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീൻ പ്രൊഡക്ട്സോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ഉറപ്പായിട്ടും ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബ് ഷെയർ ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.